പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പിറുപിറുക്കാതെ മുന്നോട്ട് പോകുക. അതിനാധാരമായിട്ടൊരു വചനഭാഗം ഞാൻ വായിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്, വാഗ്ദത്തമുള്ള ഒരുവന് പ്രതികൂലങ്ങൾ മുന്നിലുണ്ടാകും. പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പ്രതികൂലങ്ങൾ വാഗ്ദത്തമുള്ള ദൈവജനത്തിനുണ്ടാകും. പക്ഷേ അവിടെയൊന്നും പിറുപിറുക്കാതെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ തിരുമുഖം നോക്കി മുന്നോട്ട് പോകുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതേ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധിയില്ലാത്ത, പ്രതികൂലങ്ങളില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത ജീവിതമില്ല. പക്ഷേ അവിടെയൊക്കെ ജയിക്കാൻ തക്കവണ്ണം കൃപ തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ജീവിതത്തിൽ ഏതു മേഖലയിൽ കൂടെ വാഗ്ദത്തങ്ങളിൽ എത്തുന്നതുവരെ, ഏതൊക്കെ പരീക്ഷകളിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ കടത്തിവിട്ടാലും ആ മേഖലയിൽ ചോദ്യം ചോദിക്കാതെ, ആ മേഖലയിൽ പിറുപിറുക്കാതെ വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തന് മാത്രമേ വാഗ്ദത്തങ്ങളിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് നമുക്കറിയാം. മോശ ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരികയാണ്. ആ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ചെങ്കടൽ മുറിച്ച് മറുകര എത്തിക്കുന്നുണ്ട്. ഫറവോന് സൈന്യത്തിൽ നിന്നും, ശത്രുവിന്റെ കയ്യിൽ നിന്നും ഈ ദൈവജനത്തെ രക്ഷിച്ച് മോശയുടെ നേതൃത്വ പ്രകാരം ദൈവശബ്ദം കേട്ട മോശ ജനത്തെ കൊണ്ടുവരുന്നു. അവർക്ക് വിശക്കുമ്പോൾ ദൈവം മോശയിലൂടെ സംസാരിക്കുന്നു. അവർക്ക് മന്നയും കാടപ്പക്ഷിയും പൊഴിച്ചു കൊടുക്കുന്നു. വെള്ളമില്ലാതെ ജനം പിറുപിറുക്കുമ്പോൾ, മോശയോട് പിറുപിറുക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നു, ദൈവം വെള്ളം തുറന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ അത്ഭുതങ്ങൾ കണ്ട് ഇസ്രായേൽ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടും അവർ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് മുന്നോട്ട് വരുന്നത്. പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ വീണ്ടും ദൈവത്തോട് പിറുപിറുക്കുകയാണ്, മോശയോട് പിറുപിറുക്കുകയാണ്. എന്തിനാണ് ഞങ്ങളെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിൽ കിടന്ന ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടിട്ട് കൊന്നുകളയാനാണോ നീ ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു? അതേ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുന്നു, ആരോടോ ഇന്നത്തെ സന്ദേശത്തിൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഒരിക്കലും പിറുപിറുപ്പില്ലാതെ ഏതു പ്രതിസന്ധിയുടെ നടുവിലൂടെ കടത്തിവിട്ടാലും നാം ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീരരുത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായി തീരരുത്. അതിനേക്കാൾ ജയിക്കാൻ തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ തരും. ഏതോ മേഖലയിലൂടെ കടന്നു പോകുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവേ, മുന്നിൽ പ്രതിസന്ധിയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഞെരുക്കം, നിന്റെ കഷ്ടം, നിന്റെ ഒറ്റപ്പെടൽ, പ്രതികൂലങ്ങൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് വാതിൽ തുറക്കാതിരിക്കുന്നത്, ഇതൊന്നും കർത്താവ് നിന്നെ കാണാതിരിക്കുന്നത് കൊണ്ടല്ല. നിന്നെ അധികമായിട്ട് സ്വർഗത്തിലെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയെ ദൈവം കാണുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യം നമ്മൾ ചെയ്യുക, വിശ്വാസ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പിറുപിറുക്കാതെ യേശുവിന്റെ തിരുമുഖം നോക്കി വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഭക്തനെ വാഗ്ദത്തങ്ങളിൽ കൊണ്ടെത്തിക്കും. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ പിറുപിറുക്കരുത്. എത്രയോ മേഖലയിലൂടെ ദൈവം നമ്മെ വിടുവിച്ചു വരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവകരങ്ങൾ സമർപ്പിക്കുക, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. തിരുവചനത്തിൽ വാഗ്ദത്തങ്ങളിൽ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ആ വാഗ്ദത്തങ്ങളിൽ എത്തുന്നവരെയും ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ, പിറുപിറുക്കാതെ
മുന്നോട്ട് പോയ ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമഭാഗത്ത് തന്നെ ജോസഫ് തന്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും ഇളയ പുത്രനാണ്. എന്നാൽ തന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. തന്റെ സഹോദരങ്ങൾ ആടുമേച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് തന്റെ പിതാവ് ജോസഫിനെ ഭക്ഷണങ്ങൾ കൊടുത്ത് സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ദോതാനിൽ പറഞ്ഞു വിടുകയാണ്. അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ സഹോദരങ്ങൾ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ അവനോട് അസൂയ തോന്നി. അവനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ കൊന്നുകളയാൻ തീരുമാനിക്കുന്നത്? അതായത് ജോസഫിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നം എന്ന് പറയുന്നത് വാഗ്ദത്തത്തിന്റെ സ്വപ്നമാണ്. ദൈവം ഈ ഭൂമിയിൽ തന്നെ ഉയർത്തുമെന്നുള്ള സ്വപ്നത്തെയാണ് ദൈവം ജോസഫിന് കൊടുക്കുന്നത്. ഈ സ്വപ്നം തൻ്റെ പിതാവിനോടും സഹോദരങ്ങളോടും തുറന്നു പറയുകയാണ്. ഇത് കേട്ട നിമിഷത്തിൽ പിതാവിനും സഹോദരങ്ങൾക്കും ജോസഫിനോട് അസൂയ ഉണ്ടായി. ഈ അസൂയ അവരെ മനസ്സിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പിതാവ് ജോസഫിനെ സഹോദരങ്ങളുടെ അടുക്കൽ ദോതാനിൽ ആടുകൾ മേച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് അപ്പൻ പറഞ്ഞു വിടുമ്പോൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ സഹോദരങ്ങൾ പറയുകയാണ്, സ്വപ്നക്കാരൻ വരികയാണ്, ഇവനെ നമുക്ക് കൊന്നുകളയാം. അവർ കൊന്നുകളയാൻ പിടിക്കുമ്പോൾ അതിലൊരു സഹോദരൻ പറഞ്ഞു, സഹോദരനല്ലേ പൊട്ടക്കിണറ്റ് വലിച്ചറിയും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കൊല്ലാൻ പിടിച്ചുവെങ്കിലും കൊല്ലാതെ പൊട്ടക്കിണറ്റിലിട്ടു. അങ്ങനെ സന്തോഷിക്കുമ്പോൾ ഇത് കച്ചവടക്കാർ വരികയാണ്. കച്ചവടക്കാർക്ക് സ്വന്തം സഹോദരനെ കാശിന് വിൽക്കുകയാണ്. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മൃഗത്തെ എടുത്ത് കീറി കൊന്നിട്ട് അതിന്റെ ബ്ലഡ് എടുത്ത് അപ്പനോട് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ, അപ്പ നിന്റെ ഇളയ പുത്രനെ മൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞു. അവന്റെ അംഗീത അത് അവന്റെ ആ മൃഗം കടിച്ചു കീറിയതിന്റെ രക്തമാണ്. അപ്പൻ ദുഃഖിച്ചു മകൻ മരിച്ചുപോയി എന്ന് വിലപിക്കാൻ തുടങ്ങി. ഇവിടെ നിന്നും പൊട്ടക്കിണറ്റിൽ നിന്നും വലിച്ചു കയറ്റിയ ജോസഫിനെ കച്ചവടക്കാർ, മിസ്രൈമിലെ കച്ചവടക്കാർ കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടുപോയി അടിമച്ചന്തയിൽ നിർത്തി. പ്രിയ ദൈവമക്കളെ, ഒന്ന് ശ്രദ്ധിക്കണം. തിരുവചന ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ജോസഫ് ഇവിടെയൊന്നും വെറുതെറുത്തതായിട്ട് കാണുന്നില്ല. എന്തേ ദൈവമേ, ഈ ഒരു സ്വപ്നമാണല്ലോ എന്റെ സഹോദരങ്ങൾ എന്നെ കൊല്ലാൻ പിടിച്ചത്. ഈ ഒരു സ്വപ്നമാണല്ലോ അവരെന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചിട്ടത്. ഈ ഒരു സ്വപ്നമാണല്ലോ അവർ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടത്. ഈ ഒരു സ്വപ്നമാണല്ലോ എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി നിർത്തിയത്. ഈ ഒരു സ്വപ്നമാണല്ലോ വിശ്വസ്തതയായിട്ടും എന്നെ അടിമയായി കൊട്ടാരത്തിൽ ജോലി ചെയ്യുമ്പോഴും ചെയ്യാത്ത തെറ്റിൽ എന്നെ ജയിലറയിൽ അടച്ചത്. ഈ സ്വപ്നമാണ് എന്നെ ഈ യാതനയിലേക്ക് കൊണ്ടുവന്നു എന്ന് ഒരിക്കൽ പോലും ജോസഫ് ഹൃദയം കൊണ്ട് വെറുതെറുത്തതായിട്ട് ദൈവത്തോട് ചോദ്യം ചോദിച്ചതായിട്ട് തിരുവചന ഭാഗങ്ങൾ കാണും. എന്തേ ദൈവമേ, ഈ സ്വപ്നമാണല്ലോ എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞ് ദൈവത്തോട് ജോസഫ് വെറുതെറുക്കുന്നതായിട്ട് തിരുവചനത്തിൽ കാണുന്നില്ല. പ്രിയ ദൈവമക്കളെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ വെറുതെറുക്കാതെ മുന്നോട്ട് തന്നെ പോകുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നീ നോക്കുക. നിന്നെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം പൊന്നുകരം നീട്ടി നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയങ്ങൾ, നിന്റെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയിലും നീ പുറകോട്ട് നോക്കരുത്. നീ മുന്നോട്ട് തന്നെ പോകുക. മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധിയുണ്ട്. ആമെ, പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ നീ പിറുപിറുക്കരുത്. ജോസഫിന്റെ ജീവിതത്തിൽ ഒരു നല്ല ഗുണമാണ്, ജോസഫ് പിറുപിറുത്തില്ല. ഒറ്റ സ്വപ്നം മുഖാന്തരമാണ്, അസൂയ മുഖാന്തരമാണ് ഇങ്ങനെയൊക്കെ തന്നോടുകൂടെ സഹോദരങ്ങൾ ചെയ്യുന്നത്. താൻ വിശ്വസ്തയുടെ അടിമ ജോലിയിലായിരുന്ന കൊട്ടാരത്തിൽ പോലും ചെയ്യാത്ത തെറ്റിന് തന്നെ ജയിലറയിൽ അടയ്ക്കുകയാണ്. ആ സമയത്തും ജയിലറയിൽ കിടക്കുമ്പോൾ ജോസഫ് ദൈവത്തോട് പിറുപിറുക്കുന്നില്ല. എന്താ ദൈവമേ, ഇങ്ങനെ ഒരു സ്വപ്നം തന്നിട്ട് ഈ ജയിലിൽ കിടക്കാനാണോ? ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളെ ബന്ധിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന
പല വാതിലുകളും തുറക്കുമെന്ന് ചിന്തിച്ചത് അടഞ്ഞു പോകുന്നത് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു പോകുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുന്നു. പിറുപിറുക്കേണ്ട, വിളിച്ചതയും വിശ്വസ്തനാണ്. അവിടെയും വിശ്വസ്തനായിട്ട് നിൽക്കുന്ന ജോസഫിനെ കാണുന്നു. അതുമാത്രമല്ല, താൻ അവിടെയും വിശ്വസ്തയോടെ തനിക്ക് നൽകിയ സ്വപ്നം നൽകിയ ദൈവത്തിന് ആശ്രയിച്ചപ്പോൾ ദൈവം എന്താണോ ജോസഫിനോട് സംസാരിച്ചത്, എന്താണോ ജോസഫിനെ സ്വപ്നത്തിലൂടെ ഈ ഭൂമി തന്നെ മാനിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തിയതുപോലെ തന്നെ ദൈവം ജോസഫിനെ അതുപോലെ ഉന്നതങ്ങൾ കൊണ്ടു. നിമിഷങ്ങൾക്കകം കൊട്ടാരത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചു, പദവി ലഭിച്ചു. ആ രാജ്യത്തിന്റെ ഒന്നാമനായി ഫറവോൻ നിയമിച്ചു വയ്ക്കുവാനിടയായി. താൻ കണ്ട സ്വപ്നം പോലെ സഹോദരങ്ങൾ തന്നെ വന്ന് നമസ്കരിക്കുവാനിടയായി. അതേ പ്രിയ ദൈവമക്കളെ, എന്നോടും നിന്നോടും ദൈവം പറഞ്ഞ വാക്തത്വം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിൽ കടന്നു പോയാലും നീ പിറുപിറുക്കാതെ നീ യേശുവിൻ്റെ മുഖം നോക്കി നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു നിന്റെ വാക്തത്വങ്ങളിൽ എത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തോട്, ഏതോ വ്യക്തിത്വങ്ങളോട് ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകാം, ചില രോഗങ്ങളിലൂടെ കടന്നു പോകാം. അത് നിങ്ങളുടെ തകർച്ചയ്ക്കല്ല, മറിച്ച് അത് നിങ്ങളുടെ വാക്തത്വങ്ങളിൽ എത്തിക്കാനുള്ള ചില പരീക്ഷ ഘട്ടങ്ങളൊക്കെ. അതിൽ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒറ്റ കാര്യം മനസ്സുകൊണ്ട് പോലും, എന്താണ് ദൈവമേ, എന്തിനാണ് ദൈവമേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാതെ, അതേ കർത്താവേ, എനിക്ക് നീ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മുന്നിൽ പരാജയമല്ല, പിറുപിറുക്കേണ്ട. ഏതൊരു പ്രതിസന്ധിയിലും ജയം തന്ന് നിന്നെ വാക്തത്വങ്ങളിൽ എത്തിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ നീ ആശ്രയിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധം എന്ന് ബലപ്പെടുത്തും. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, കണ്ണുകളടയ്ക്കാൻ. ദൈവാത്മാവിനെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയാലും ഒരു നിമിഷം പോലും ഹൃദയം കൊണ്ട് പോലും പിറുപിറുക്കാതെ ദൈവത്തോട് ചേർന്ന് ആ വാക്തത്വങ്ങളിൽ എത്തിച്ചേരുവാൻ ഈ ദൈവജനത്തെ സഹായിക്കണം. പരീക്ഷകൾ ഒരിക്കലും അവർ തളർന്നു പോകരുത്. രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ദൈവിക സമാധാനം ഈ ഹൃദയങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.